ബിസിനസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം ടൈം ഈസ് മണി. ഞാൻ ഹെവൻലി ബിസിനസ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം ടൈം ഈസ് നോട്ട് ഓൺലി മണി, ടൈം ഈസ് ഗ്ലോറി. ഓക്കെ, അപ്പോൾ എൻ്റെ ഓരോ സമയവും ഗ്ലോറിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ സമയം ചുമ്മാ ആരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കത്തില്ല. ഇരുന്ന് കൊടുക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ, എൻ്റെ അപ്പച്ചൻ്റെ മുമ്പിൽ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു ചർച്ചക്കാരൻ എന്നെ മെസ്സേജിന് വിളിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഞായറാഴ്ചയാണ്, 9 മണിക്ക് മീറ്റിംഗ് തുടങ്ങും അവരുടെ. അപ്പോൾ 9 മണിക്ക് പ്രാർത്ഥനയൊക്കെ ആയിട്ട് തുടങ്ങി, 10 മണിക്ക് ആരാധന തുടങ്ങി കയറുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, എൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. തുടർന്ന് 1 മണിക്ക് മീറ്റിംഗ് തീരും. തുടർന്ന് അവർ പരിപാടിയൊക്കെ തുടങ്ങി, ആരാധന തുടങ്ങി. 10 മണിക്ക് ആരാധന 10:30 തീർന്നില്ല, 11 തീരുന്നില്ല, 11:30 തീരുന്നില്ല, 12 മണിയാകുമ്പോഴും ആരാധന ഇങ്ങനെ തീരാതെ പോവുക. ഞാൻ കർത്താവ് വിളിച്ചു, കർത്താവ് ഇതെന്തു ഇത്? എന്നിട്ട് 12 മണി 12:15 ആരാധന തീർന്നിട്ട് പാസ്റ്റർ പറയും, നമ്മളാ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സഭ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞാൻ കർത്താവോട് ചോദിച്ചു, അതിനുശേഷം ഇപ്പം പ്രസംഗം കിട്ടുമായിരിക്കും. അപ്പോൾ അടുത്തത് ബഹ്റിനിൽ നിന്ന് വന്ന സഹോദരന് സാക്ഷ്യം പറയാൻ അവസരം. അതിനുശേഷം പിന്നെ വേറെ കുവൈറ്റിൽ നിന്ന് വന്ന ഇന്നതിന് അവസരം. അപ്പോൾ അടുത്തത് പിന്നെ ഒരു അമ്മച്ചിക്ക് പാട്ട് പാടാൻ. സമയം പോയി, 1 മണിക്ക് മീറ്റിംഗ് തീരും, മണി 12:45 അടുത്തു. ബാക്കി 15 മിനിറ്റാ. ആരെ കേൾക്കാനാ വന്നേക്കണ? ജനം. ദൈവത്തെ കേൾക്കാനുള്ള പേരും. എന്നിട്ട് അവരുടെ സ്പിരിച്വൽ ജിംനാസ്റ്റിക് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവേ ഇനി എന്നാ പറയേണ്ട കർത്താവേ? 15 മിനിറ്റ് ആകപ്പാടേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, നീ ഈ സന്ദേശം പറ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അന്ന് തന്നതാണ് ഈ ഗലാത്യ 6:15. പരിച്ഛേദനമോ അല്ല, അഗ്രചർമ്മോ അല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഗ്ലോറി. കാരണം സഭകൾ കർത്താവിൻ്റെ കാര്യത്തിലേക്കല്ല കിടക്കുന്നേ, വന്ന മനുഷ്യരെ സന്തോഷിപ്പിക്കുക. ഗ്ലോറി. ആളുകളുടെ എണ്ണം, ക്രൗഡിൻ്റെ എണ്ണം കൂട്ടാൻ എന്തൊക്കെ പരിപാടി ചെയ്യാമോ അതൊക്കെ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ഫസ്റ്റ് വേണ്ടത് കർത്താവിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുക. കർത്താവ് സഭകളുടെ നടുവിലൂടെ നടക്കട്ടെ. ഗ്ലോറി. ക്വാണ്ടിറ്റി അല്ല കർത്താവിന് വേണ്ടത്, ക്വാളിറ്റിയാ. ക്വാളിറ്റി. 10,000 പേരുമായി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് 10 പേരുമായി സ്വർഗരാജ്യത്തിന്റെ പടി കയറുന്നതല്ലേ നല്ലത്? ഗ്ലോറി. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ വമ്പനായി കാണിച്ചിട്ട് എന്തിനാ? കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ കാണിക്കേ. ഗ്ലോറി. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ കാണിക്കേ. ദൈവനാമത്തിൽ നിങ്ങൾ കൂടുമ്പോൾ അതിവിടെ ഏറ്റവും പ്രാധാന്യം കർത്താവിൻ്റെ വാക്കുകൾക്കായിരിക്കണം. കർത്താവിൻ്റെ വാക്കുകൾക്ക്. ഇതാ 7 സഭകളോട് കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യണേ? 7 നിലവിളക്കുകളുടെ നടുവിൽ നടന്നുകൊണ്ട് എന്താ ചെയ്യണേ? അവരോട് സംസാരിക്കുക, അവർ ഫീഡ് ചെയ്യുക. അങ്ങനെ പാടില്ല, ഇങ്ങനെ വേണം, അല്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് ഞാൻ എടുത്തു മാറ്റും. ഗ്ലോറി. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട സഭകളോട് പറയുന്നു, നീ സഹിക്കണം. നമ്മൾ പറയുന്നു സുഹിക്കണം. ഗ്ലോറി. ടോട്ടലി ഡിഫറെന്റ്. മാനസാന്തരം ഇല്ലാത്ത സഭകളോട് പറയുന്നു, നീ മാനസാന്തരപ്പെടണം, ഇന്ന കുറവുകളുണ്ട്. എന്നാൽ മാനസാന്തരം വേണ്ടാത്ത സഭകളോട് പറയുന്നു, നീ സഹിക്കണം. നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട. സാക്ഷരതയെക്കുറിച്ചുള്ള വചനം നീ കാത്തത് കൊണ്ട് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാനുള്ള കാലയളവിൽ ഞാനും നിന്നെ കാക്കും. നിന്റെ ശക്തി കൊണ്ടല്ല നീ നിൽക്കണേ, എന്റെ കൃപ കൊണ്ടാ നീ നിൽക്കണേ. ഗ്ലോറി. ഹല്ലേലൂയ. കർത്താവിന് പ്രാധാന്യം, ബാക്കിയെല്ലാം സെക്കൻഡറി. അതിന്റെ അർത്ഥം നമുക്കൊരു പ്ലാൻ വേണ്ട, ചുമ്മാ കയറി അലവലാതി പോലെ പോകണമെന്നല്ല. വി നീഡ് എ പ്ലാൻ. ഗ്ലോറി. ബട്ട് വെൻ ഹിസ് പ്ലാൻ കം വി വിൽ സറണ്ടർ. നമുക്കൊരു പ്ലാൻ വേണം. ഗ്ലോറി. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ വരുമ്പോൾ നമ്മുടെ പ്ലാൻ കീഴടങ്ങണം. ഗ്ലോറി. ഹല്ലേലൂയ. നമ്മുടെ പ്ലാൻ വീണ്ടും മുറുകെ പിടിച്ചോണ്ടിരിക്കുകയല്ല. ദൈവത്തിന്റെ പ്ലാൻ വരുമ്പോൾ നമ്മുടെ പ്ലാൻ കീഴടങ്ങണം. ഹല്ലേലൂയ. പലപ്പോഴും രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് തിരക്ക് പിടിച്ചിട്ടേക്ക് പോയി. രാത്രി ചിലപ്പോൾ 2, 2:30, 3 മണിയൊക്കെ ആകുമ്പോഴേ കിടക്കാൻ പോകുന്നത്. കാരണം ലോഡ് കൂടുതലാണ്. ഇങ്ങനെ കിടക്കാൻ പോയിട്ട് രാവിലെ 8 മണിക്ക് ഓഫീസിലെത്തണം. പെട്ടെന്ന് രാവിലെ 6:30 എഴുന്നേറ്റ് പെട്ടെന്ന് കുളിച്ച് ദൈവവചനം കേട്ടുകൊണ്ടാണ് കുളിയൊക്കെ. പോകാൻ പോകുമ്പോൾ ടൈം ഇതൊക്കെ ഇട്ട് ഇതാ വന്നിരിക്കണ സമയത്താണ് റെവലേഷന്റെ കാലവറ ബിടുബിടുബിടുന്നും പറഞ്ഞ് അപ്പം സംസാരിക്കാൻ തുടങ്ങണേ. ഉടനെ അവിടെ ഇരിക്കും.
ഇതാ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ ഭാര്യ തിരിച്ചു വരുമ്പോൾ ഞാൻ ടൈ ഇട്ടുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക, എടുത്തോണ്ടിരിക്കുക. എന്തോ സംഭവം, ഇതാ റെവലേഷൻ വന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ എൻ്റെ ജോലി മാറ്റി വെച്ചു, മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചു, പല പരിപാടികളുണ്ട്. ഗ്ലോറി, ഇതെല്ലാം കീഴടങ്ങി ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പാകെ. കാരണം നമ്മളെ ഇവിടെ സൃഷ്ടിച്ചത് നമ്മുടെ പദ്ധതിക്ക് വേണ്ടിയല്ല, നമ്മളെ ഇവിടെ സൃഷ്ടിച്ചത് കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാ. നമ്മളൊരു വീടുണ്ടാക്കിയാൽ അത് വീടിന് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ? നമുക്ക് വേണ്ടിയാ, അല്ലേ? നമ്മളൊരു കാറ് മേടിച്ചാൽ അത് കാറിന് വേണ്ടിയോ അതോ നമുക്ക് വേണ്ടിയോ? നമുക്ക് വേണ്ടിയാ. എങ്കിൽ ദൈവം നമ്മളെ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ? ദൈവത്തിന് വേണ്ടി. സോ ക്ലിയർ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രൊഡക്റ്റിനെ ദൈവത്തിന് മടക്കി കൊടുക്കുക. ദൈവത്തിന്റെ പ്രൊഡക്റ്റിനെ ദൈവത്തിന് മടക്കി കൊടുക്കുക. ഇതാ കർത്താവ് പറയുന്നത്. എന്നെ ചുമ്മാ ആരാധിച്ച് കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവ് നിന്നെ ഉണ്ടാക്കിയതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കയറുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ബി പ്രാക്ടിക്കൽ. ഹല്ലേലൂയ, ബി പ്രാക്ടിക്കൽ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇനി മറ്റൊന്നുമല്ല കാര്യം. ഇനി പുറകിലേക്കല്ല നോക്കേണ്ടത്, ഇനി മുമ്പിലേക്കാണ് നോക്കേണ്ടത് നമ്മൾ. ഗ്ലോറി, ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ഇനി മുമ്പോട്ട് പോട്ടെ, മുമ്പോട്ട് പോട്ടെ. ഇതുകൊണ്ടാ ദൈവദാസൻ പറയുന്നത്, പൗലോസ് പറയുന്നത്, ഇതാ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഓടുകയാ. എന്തെയോ പൗലോസ് ഓടുന്നേ, പയ്യെ പയ്യെ പോയ പോരെ ഇരുന്നൊക്കെ. നോ ടൈം. ടൈം ഈസ് ഗ്ലോറി. ടൈം ഈസ് ഗ്ലോറി. അത് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ടൈം ഈസ് ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിലെ ബിസിനസ്സുകാരൻ പറയും ടൈം ഈസ് മണി. സ്വർഗീയ ബിസിനസ്സുകാരൻ പറയും ടൈം ഈസ് ഗ്ലോറി. ഇതുകൊണ്ട് അപ്പം പറയണ മക്കളെ, സമയ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് വെറുതെ കളയാനുള്ള സമയമല്ല. ഇറ്റ്സ് ഗ്ലോറി. ഹല്ലേലൂയ. പൗലോസ് പറയാം, നൊടി നേരത്തെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ ഗ്ലോറി, തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾ പ്രാപിക്കാൻ ഇടയാകുന്നു. പ്രിയരെ, ഗ്ലോറി. മണി, പൈസ ഇവിടം കൊണ്ട് തീരും. സെമത്തേരി പിടിച്ചെടുക്കും. ഗ്ലോറി ഏത് സെമത്തേരി പിടിക്കും? ഒരു സമത്തേരിക്കും പിടിക്കാൻ പറ്റില്ല. സ്ഥാനം, മാനങ്ങള്, ഡോക്ടർ, എഞ്ചിനീയർ, കപ്പ്യാര്, അച്ഛൻ, പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ എല്ലാം ഇവിടം കൊണ്ട് തീരും. എന്നാൽ ഗ്ലോറിയെ ആര് പിടിക്കും? ദൈവപുത്രന്മാരെ പിടിച്ചടക്കാൻ ഒരുവനും പറ്റത്തില്ല. കം ഓൺ. ഹല്ലേലൂയ. ആ ഒരു തലത്തിലേക്ക് മാറുക. മരണമില്ലാത്ത തലം. മുമ്പിലുള്ള തലം എന്ന് പറഞ്ഞാൽ മരണമില്ല. നോ ഡെത്ത്. മരണം പേടിപ്പിക്കുക പൗലോസിന്. പൗലോസ് പറയുന്നു, എനിക്ക് മരണം ലാഭമാ, മരണം ലാഭമാ. അതിന്റെ അർത്ഥം ഈ സഹോദരൻ എവിടെ ജീവിക്കാം? മരണത്തിന്റെ അപ്പുറം ജീവിക്കാൻ തുടങ്ങി. മരണത്തിന്റെ അപ്പുറം ജീവിക്കാൻ തുടങ്ങി. ചില നാളുകൾക്ക് മുമ്പ് ഒരു ബിഷപ്പ്, എന്തുവാസന്മാരെല്ലാം റെസ്പെക്ട് ചെയ്യുന്നു, അദ്ദേഹം എന്നെ ഇന്റർവ്യൂ ചെയ്യുക. ഒരു യൂറോപ്യൻ ബിഷപ്പാണ്, ഗൾഫിൽ വെച്ച് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എസ്കറ്റോളജി അതും ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച ഒരു കാര്യം, അതെ, മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ ജീവിക്കും എന്ന് എന്താ ഉറപ്പ്? നല്ലൊരു ചോദ്യം അല്ലേ? നല്ലൊരു ചോദ്യം. ഞാൻ അറിവൊന്നുമല്ല, എൻ്റെ അനുഭവം പുള്ളിയോട് പറഞ്ഞു. ദേവദാസനെ, ഞങ്ങളൊക്കെ, ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബൈബിൾ കോളേജുണ്ട്, ആ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസും അവിടെയുള്ള വിശ്വാസികൾ, ഞങ്ങളൊക്കെ മരിച്ചതിന് ശേഷമല്ല ജീവിക്കുന്നത്, ജനിച്ചു കഴിഞ്ഞിട്ടാണ്. അതായത് വലിയൊരു കൂട്ടം ദൈവജനം മരിച്ച ശേഷം ദൈവരാജ്യത്തിൽ ജീവിക്കാൻ പോണവരാ. പക്ഷേ കർത്താവ് എന്നെ പഠിപ്പിച്ചത് മരിക്കൊന്നും വേണ്ട, ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ തുടങ്ങാം. അങ്ങനെയാണോ ശരി? നമ്മളൊക്കെ ഭൂമിയിൽ ജീവിച്ചത് മരിച്ചതിന് ശേഷമാണോ ജനിച്ചതിന് ശേഷമാണോ? ജനിച്ചതിന് ശേഷമല്ലേ നമ്മളിവിടെ ജീവിക്കണേ. അപ്പോൾ ദൈവരാജ്യത്തിൽ ജീവിക്കാൻ ഇനി മരിക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ? നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ? എന്നാൽ ജനിച്ചവന് ദൈവരാജ്യത്തിൽ ജീവിക്കാം, ഇനി മരിക്കാൻ കാത്തിരിക്കണ്ട. ഇന്ന് നാം ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ടവരാ ഇന്ന്, പക്ഷെ അറിവില്ലാത്തതുകൊണ്ട് ജീവിക്കുന്നില്ല. ഇത്രയോട് വിഷയം. അതാ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനോട് കൂടെയാണ് ജീവിക്കുന്നത്, എൻ്റെ അപ്പനിൽ നിന്നാണ് കേൾക്കുന്നേ. പക്ഷെ വെളിപ്പെടുന്ന ഭൂമിയിലാന്ന് മാത്രം. ഹല്ലേലൂയ. വെളിപ്പെടുന്ന ഭൂമിയിലാന്ന് മാത്രം. ഒരുവൻ ക്രിസ്തുവിലെ അവൻ പുതിയ സൃഷ്ടി, അവൻ വീണ്ടും ജനിച്ചു. അവൻ വീണ്ടും ജനിച്ചു. ആ ജനിച്ച മൊമെന്റ് മുതൽ അവന് സ്വർഗരാജ്യത്തിൽ ജീവിക്കാം. പക്ഷെ നാം ജീവിക്കുന്നില്ല, കാരണം നമുക്ക് അതിന് അറിവില്ല. സത്യം അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രനാക്കും. എവിടെ നിന്ന്? ലോകത്തിൽ നിന്ന്, ജഡത്തിൽ നിന്നും. ഇന്ന് ലോകത്തിന്റെയും ജഡത്തിന്റെയും തടവറയിലാ നാമ.
ഗ്ലോറി. ഇത് നാം അറിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ വിശ്വാസികൾ അറിയും? ഗ്ലോറി. അവരെ നാം മനസ്സിലാക്കി നാം ആദ്യം സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആ ലീഡറിന് പോകാൻ പറ്റുക? ലീഡറും മാനേജറും തമ്മിൽ വ്യത്യാസമുണ്ട്. മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്ത 5 ലക്ഷം രൂപ കാര്യങ്ങൾ അദ്ദേഹം മാനേജ് ചെയ്താൽ മതി. ലീഡർ അങ്ങനെയല്ല. ലീഡർ എന്ന് പറഞ്ഞാൽ താൻ ആദ്യം ഈ ചെല്ലേണ്ട സ്ഥലത്തേക്ക് താൻ ആദ്യം പോകണം. ആദ്യം പോയിട്ട് ഇതാ ജനത്തോട് പറയണം, ഫോളോ മീ, ഫോളോ മീ. ഇതല്ലേ നമ്മുടെ യേശു? യേശു ആദ്യം പോയിട്ട് പറഞ്ഞു, ഫോളോ മീ, എന്നെ പിന്തുടര്, എന്നെ അനുഗമിക്കേ. ഗ്ലോറി. ഇന്ന് നമുക്ക് നമ്മുടെ വിശ്വാസത്തോട് പറയാൻ പറ്റണം, നിങ്ങൾ എന്നെ അനുഗമിക്കേ. എങ്ങനെ? ഞാൻ എൻ്റെ യേശുവിനെ അനുഗമിക്കുന്നത് പോലെ. പൗലോസിന് ചങ്കൂറ്റുണ്ടായിരുന്നു പറയാ, ഞാൻ എൻ്റെ കർത്താവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുഗാമികളാവുന്നു. ഹി ഈസ് എ ലീഡർ ഫോളോവിങ് ദ ഗ്രേറ്റസ്റ്റ് ലീഡർ ജീസസ് ക്രൈസ്റ്റ്. യേശു എന്ന വലിയ ലീഡറെ അനുഗമിക്കുന്ന ലീഡറായിരുന്നു പൗലോസ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫോളോ മീ. ഇതൊരു പർവ്വതം കയറുന്നത് പോലെയാ. പർവ്വതം കയറുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഞാൻ പർവ്വതം കയറാൻ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഈ പർവ്വതം കയറുമ്പോൾ നമ്മൾ കയറി എത്തിയെന്ന് പറഞ്ഞ് പീക്ക് ചെല്ലുമ്പോൾ നോക്കുമ്പോഴാണ്, എടാ അടുത്ത പർവ്വതം വീണ്ടും നിൽക്കുന്നു. പക്ഷെ താഴെ നോക്കിയപ്പോൾ ഇതേ കണ്ടോളൂ, ഇതാ വലുത്. പക്ഷെ അവിടെ കയറി ചെന്നപ്പോൾ അടുത്തത് നിൽക്കണു. ഇതേപോലെ യേശുവിനെ അനുഗമിക്കല്. നമ്മൾ കയറി ചെന്ന് അങ്ങ് എത്തി, ഹല്ലേലൂയ, ഇനിയുണ്ടോ? പക്ഷെ പുറയിലുള്ളവർക്ക് ആരെ കാണാൻ വയ്യ? ഈ രണ്ടാമത്തെ പർവ്വതത്തെ പുറയിലുള്ളവർക്ക് കാണാൻ വയ്യ. പക്ഷെ അവർക്ക് ആരെ കാണാം? നമ്മളെ കാണാം. അപ്പോഴാ പറയണേ പൗലോസ്